പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27. പ്രധാന വാർത്തകൾ. സുൽത്താനേറ്റിലെ നക്ഷത്ര ഹോട്ടലുകളിലെ വരുമാനം വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം. മെയ് അവസാനം വരെ 108 ദശലക്ഷം റിയാലാണ് 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളുടെ വരുമാനമെന്നും അധികൃതർ ഉണർത്തി. ആദം ഹൈമ റോഡിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചത് വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് കാരണമായി. രാജ്യത്തിന്റെ വടക്ക് ഭാഗങ്ങളിലാണ് കൂടുതൽ പൊടിക്കാറ്റ് ശക്തിപ്പെട്ടത്. പൊടിക്കാറ്റിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണ് നീങ്ങുകയും യാത്ര ദുർഘടമാവുകയും ചെയ്തിട്ടുണ്ട്. കാഴ്ചപരിധി ചുരുങ്ങുകയും ചെയ്തു. അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ജാഗ്രത പുലർത്തണം. അടുത്ത ദിവസങ്ങളിൽ കനത്ത പൊടിക്കാറ്റ് തുടരാനിടയുണ്ട്. പൊടിക്കാറ്റ് ശക്തമാകുന്നതിനാൽ കാഴ്ചപരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഖരീഫ് കാലമായതിനാൽ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ആദം ഹൈമ റോഡിൽ ഉപയോഗിക്കുന്നത്. രാത്രി സമയങ്ങളിൽ അടക്കം ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് റോഡ് മാർഗം സലാലയിലേക്ക് യാത്ര ചെയ്യുന്നവരും ആദം ഹൈമ തുംറൈത്ത് റോഡാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇടയ്ക്കിടെ റോഡിലേക്ക് മണൽ കയറുന്നതിനാൽ പകൽ സമയങ്ങളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ അറിയിച്ചു. ബുറൈമി ഗവർണറേറ്റിലെ ഹഫീത്ത് അതിർത്തി പ്രദേശത്ത് റോഡിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ഹഫീത്ത് അതിർത്തി വഴി UAE-യിലേക്ക് സഞ്ചരിക്കുന്നവരും ഇതുവഴി ഒമാനിലേക്ക് വരുന്നവരും അധികൃതരുടെ ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ ഓൺലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു. 10,000 ഒമാനി റിയാലിന്റെ വ്യാജ നോട്ടുകൾ നൽകി പണം മാറ്റിയെടുത്ത സംഭവത്തിൽ പ്രവാസികൾ അറസ്റ്റിൽ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് സംഭവം. 10,000 റിയാലിന്റെ വ്യാജ നോട്ടുകൾ നൽകി ഒമാനി പൗരനെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. പ്രതികൾ അറബ് രാജ്യക്കാരാണ്. വ്യാജ നോട്ടുകൾ കൈവശം വെച്ചതിനും കബളിപ്പിക്കാൻ ശ്രമിച്ചതിനും ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഒമാൻ ടീം സ്പെയിനിലെ 3 ആഴ്ചയോളം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കി. വിദേശ ക്യാമ്പിന്റെ ഭാഗമായി സ്പാനിഷ് ടീമുകളുമായി 3 സൗഹൃദ മത്സരങ്ങളും ഒമാൻ കളിച്ചിരുന്നു. മികച്ച പ്രകടനമാണ് താരങ്ങൾ പുറത്തെടുത്തത്. പരിശീലന ക്യാമ്പിൽ നിന്നും ലഭിച്ച ഊർജം മത്സരഫലങ്ങളിലും പ്രകടമായി. പരിശീലകൻ സിൽഹാവിക്ക് കീഴിൽ 29 സ്ക്വാഡാണ് സ്പെയിനിൽ പരിശീലനം നടത്തിയത്. വിദേശ ക്ലബ്ബുകളിൽ കളിക്കുന്ന ചില താരങ്ങൾ ഇടയ്ക്ക് അവരുടെ ടീമുകളിലേക്ക് മടങ്ങിയിരുന്നു. പരിക്ക് മാറി തിരിച്ചെത്തിയ താരങ്ങളും ടീമിനൊപ്പം സ്പെയിനിൽ പരിശീലനത്തിന്റെ ഭാഗമായി. മസ്കത്തിലെ ക്യാമ്പിന് ശേഷമാണ് ടീമിന്റെ സ്പെയിൻ സന്ദർശനം. വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള മികച്ച മുന്നൊരുക്കമായാണ് ചെമ്പടയുടെ വിദേശ പരിശീലനത്തെ കണ്ടത്. സെപ്റ്റംബറിലാണ് ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഹോം ആൻഡ് എവേ രൂപത്തിലാണ് കളികൾ. ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണ കൊറിയ, ഇറാഖ്, ജോർദാൻ, ഫലസ്തീൻ, കുവൈത്ത് ടീമുകളാണ് ഒമാന്റെ എതിരാളികൾ. ധോഫാർ ഗവർണറേറ്റിൽ തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന തുടർന്ന് മന്ത്രാലയം. ജൂലൈയിൽ 1 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾക്കിടെ തൊഴിൽ മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം 382 പരിശോധനകൾ നടത്തുകയും 512 നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഡെലിവറി സേവനം നടത്തിയവർ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, തെരുവ് കച്ചവടക്കാർ, കാർ വാടകയ്ക്ക് നൽകുന്നവർ തുടങ്ങിയവർ അറസ്റ്റിലായവരിൽ പെടുന്നു. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമ ലംഘനങ്ങൾ ഒഴിവാക്കുകയും സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുകയുമാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. പിടിക്കപ്പെട്ടാൽ തൊഴിൽ താമസ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും. ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പ്രത്യേകം ഉദ്യോഗസ്ഥരുടെ കീഴിൽ മേഖലയിൽ തുടർച്ചയായ പരിശോധനയുണ്ടാകും. തൊഴിൽ നിയമലംഘകർക്ക് പിഴയും തടവും ഉൾപ്പെടെ ശിക്ഷ ലഭിക്കും. ഒമാനി ബഹ്റൈൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് സലാല ഗ്രാൻഡ് മാളിൽ തുടക്കമായി. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ധോഫാർ ഗവർണറേറ്റിലെ ശാഖയുടെയും
ഒമാനിലെ ബഹ്റൈൻ എംബസിയുടെയും സഹകരണത്തോടെ ഒമാനി ബഹ്റൈൻ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 4ാമത് എഡിഷൻ പ്രദർശനം ഇത്തവണ 10 ദിവസം നീണ്ടുനിൽക്കും. ആദ്യ ദിനങ്ങളിൽ നിരവധി ആളുകളാണ് പ്രദർശനം കാണാനായി എത്തിയത്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് പ്രദർശനം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക ഗൾഫ് വിപണിയിൽ ഒമാനി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് എക്സിബിഷൻ എന്നും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കുള്ളിൽ ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ദേശീയ സമിതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 33 ഒമാനി ബഹ്റൈൻ സംരംഭകരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക, വ്യാപാര വിനിമയത അളവ് വർദ്ധിപ്പിക്കുക, വിവിധ മേഖലകളിലെ പ്രദർശനങ്ങളിലൂടെ ഇരുപക്ഷവും തമ്മിലുള്ള പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനും അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഒമാൻ പതാകയേന്തി അലി അൽ ബലൂഷിയും മസൂൺ അൽ അലവിയും. ഒളിമ്പിക്സിൽ 4 അത്ലറ്റുകളാണ് ഒമാനെ പ്രതിനിധീകരിക്കുന്നത്. അലി അൻവർ അൽ ബലൂഷി, വനിതാ സ്പ്രിന്റർ മസൂൺ അൽ അലവി, ഈസ അൽ അദാവി, സയ്യിദ് അൽ ഖാത്രി എന്നിവരാണ് സുൽത്താനേറ്റിനെ പ്രതിനിധീകരിക്കുക. അലി അൻവർ അൽ ബലൂഷി ലോക റാങ്കിംഗ് അടിസ്ഥാനത്തിലാണ് 100 മീറ്റർ പുരുഷ വിഭാഗത്തിൽ ഗെയിംസിന് യോഗ്യത നേടിയത്. താരങ്ങൾക്ക് ആശംസകൾ നേരുകയാണ് സുൽത്താനേറ്റ്. 3ാമത് ജബൽ അക്തർ ടൂറിസം ഫെസ്റ്റിവലിലേക്ക് സഞ്ചാരികൾ ഒഴുകുന്നു. സെപ്റ്റംബർ 14 വരെ പരിപാടികൾ തുടരും. ദാഖിലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നത്. മുൻവർഷങ്ങളിൽ ജബൽ അക്തർ ഫെസ്റ്റിവലിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അരങ്ങേറിയ ഫെസ്റ്റിവലുകളുടെ വിജയത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് 3ാമത് ടൂറിസം ഉത്സവത്തിന് വേദിയൊരുങ്ങുന്നത്. ഹൈൽ അൽ യമാൻ, സിഹ് ഖത്ന പാർക്ക് എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന വേദികൾ. ഹൈക്കിംഗ്, കുതിരസവാരി, വിൽപ്പന സ്റ്റാളുകൾ തുടങ്ങി വ്യത്യസ്ത വിനോദ വിപണന വിഭവങ്ങൾ ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കും. കുട്ടികളെയും കുടുംബങ്ങളെയും ആകർഷിക്കുന്ന വിവിധ വിഭവങ്ങളും ഇത്തവണയും ജബൽ അക്തർ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയാണ്. ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി റോയൽ ഒമാൻ പോലീസ്. ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലെയും പോലീസ് സ്റ്റേഷനുകളിലെയും കോൾ സെന്റർ നമ്പറുകൾ പുറത്തുവിട്ടു. ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായങ്ങൾക്കായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ഓരോ സ്റ്റേഷനുകൾക്കിടയിലെ യാത്രാദൂരവും പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നമ്പറുകളിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തവർക്ക് ടോൾ ഫ്രീ നമ്പറിലും 24 മണിക്കൂറും പോലീസുമായി ബന്ധപ്പെടാനാകും. QR കോഡ് ഉപയോഗിച്ചും പോലീസ് നമ്പറുകൾ സംഘടിപ്പിക്കാനും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും വാഹനം ഓടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. മുന്നിൽ പോകുന്ന വാഹനവുമായി നിശ്ചിത അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. വേഗത കുറച്ചുള്ള യാത്ര കൂട്ടിയിടികൾ ഒഴിവാക്കാനും എല്ലാ യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കുന്നതിനും സഹായകമാകും. വിൻഡ്ഷീൽഡിന്റെ അകത്തും പുറത്തും പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നത് കാഴ്ചയെ തടസ്സപ്പെടുത്തും. അതിനാൽ ഇവ വൃത്തിയായി സൂക്ഷിക്കണം. ഹെഡ്ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളും പരിശോധിച്ച് അവ നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുക. സൂര്യാസ്തമയത്തിന് 1 മണിക്കൂർ മുമ്പ് കാർ ലൈറ്റുകൾ ഓണാക്കാൻ മടിക്കരുത്. രാത്രിയിൽ കാർ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുക. ഹസാർഡ് ലൈറ്റുകളടക്കം എല്ലാ ലൈറ്റുകളും ഓണാക്കുക. സന്ദേശങ്ങൾ അയക്കുക, കാറിൽ ഭക്ഷണം കഴിക്കുക തുടങ്ങി ഡ്രൈവിംഗിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. 3 മാസത്തിനിടെ കേരളത്തിൽ നിന്നും ഗൾഫ് സെക്ടറുകളിലേക്കുള്ള 800-ൽ പരം വിമാന സർവീസുകൾ റദ്ദാക്കിയതായി കണക്കുകൾ. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസത്തിനിടെ കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നും റദ്ദാക്കിയത് 861 ഗൾഫ് സർവീസുകളാണെന്ന് പാർലമെന്റിൽ ചോദ്യത്തിന് നൽകിയ മറുപടി രേഖകൾ വ്യക്തമാക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നും തിരിച്ചുമുള്ളതാണ് ഇതിൽ 542 സർവീസുകളും. ഏപ്രിൽ മുതൽ ജൂൺ 30 വരെ 1600 സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. 4.6% സർവീസുകൾ 1 മണിക്കൂറിലേറെ വൈകിയതായും പാർലമെന്റിൽ നൽകിയ രേഖകൾ പറയുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരപ്പൂർ റാംമോഹൻ നായിഡു നൽകിയ ഉത്തരമനുസരിച്ച് കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നത് പ്രധാനമായും ഗൾഫ് മേഖലയിലാണ്. ഇടയ്ക്കിടെ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും സാങ്കേതിക തകരാറുകളും കാരണങ്ങളാലാണ് ഇത് സംഭവിക്കുന്നതെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസുകൾ റദ്ദാക്കുന്നതിലും വൈകി പറക്കുന്നതിലും മുന്നിലെങ്കിലും മറ്റു വിമാന കമ്പനികളും ഇതിനെ മാതൃകയാക്കുന്നുണ്ട്.
ഈ മാസം ആദ്യ ദിനങ്ങളിൽ മാത്രം കേരള സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് 10-ലധികം സർവീസുകളായിരുന്നു. വൈകി പറന്നത് ഇതിൽ കൂടുതലുമാണ്. ഇതര GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വിമാനങ്ങൾ കുറവുള്ള ഒമാൻ കേരള സെക്ടറിലേക്ക് സർവീസ് റദ്ദാക്കുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ മറ്റു വിമാനങ്ങൾ ലഭ്യമല്ലാത്തതും ലഭ്യമായ വിമാനങ്ങളിൽ ടിക്കറ്റിന് വലിയ തുക നൽകേണ്ടി വരുന്നതുമെല്ലാം പ്രവാസികൾക്ക് മേൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.